ഇന്നത്തെ സ്പെഷ്യൽ ഗീ റോസ്റ്റും മസാല ദോശയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റൊക്കെയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യം നമ്മൾക്ക് പൊട്ടറ്റോസ് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ചട്നിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ തേങ്ങ ചട്നി ഉണ്ടാക്കുന്നുണ്ട്, ടൊമാറ്റോസ് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ ചട്നിക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. ഇതുപോലെ നമ്മൾക്ക് ഉഴുന്ന് ഇതുപോലെ കുറച്ച് നെയ്യിൽ വറുത്തെടുക്കണമായിരിക്കും ടേസ്റ്റ്. ഇങ്ങനെ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കറികളിലേക്കും ചട്നികളിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് വറുത്തിടുമ്പോൾ. വറുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് വരുന്നത് നെയ്യിൽ വറുക്കുമ്പോൾ. പിന്നെ ഞാൻ 2 ടീസ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. കുറച്ച് കടുക്, എന്നിട്ട് ഞാനൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുത്തു. പിന്നീടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഞാൻ നല്ലതുപോലെ അടിച്ചെടുക്കുന്നത്. കാരണം ഞാൻ തേങ്ങ കൊത്തായിട്ടാണല്ലോ ഇട്ടത്. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതുപോലെ തന്നെ ഉഴുന്ന് കുറച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ സവാള, ടൊമാറ്റോസ്, പിന്നെ ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് പുളി, വാളംപുളി, പിന്നെ ഉപ്പ്. വാളംപുളി നമ്മൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം ടൊമാറ്റോസിന് ഓൾറെഡി പുളി ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ മാത്രം പിന്നീട് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് വെറൈറ്റി ചട്നിയാണ്. ഇത് ദോശ കൂടെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഉഴുന്ന് വടയൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ചട്നിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കണമായിരിക്കും ഈ ചട്നിക്ക് നല്ലത്. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉഴുന്ന് ഞാൻ എല്ലാത്തിലും ഇടുന്നത് എനിക്കത് ഇഷ്ടമായിട്ടുള്ള ഉണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. കാരണം മസാലയിൽ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് പ്രത്യേകത. അപ്പോൾ അതുപോലെ ഉഴുന്നിട്ടു, കടുകിട്ട്, ഇനി നമുക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതും ഇട്ടൊന്ന് വഴറ്റി, പിന്നെ നമുക്ക് പച്ചമുളക് ഞാനിങ്ങനെ നീളത്തിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞ് ഇടാം. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഉരുളക്കിഴങ്ങ് നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടേസ്റ്റാണ് നെയ്യ് ആഡ് ചെയ്യുമ്പോൾ. നെയ്യുടെ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മസാലയിൽ കുറച്ച് നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും സവാള. ഇതിൽ ഒത്തിരി സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ മാത്രം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് തന്നെയാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ അതൊന്നും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കേണ്ടതാണ്. ഉപ്പ് കുറവെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ തളിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഉപ്പ് പിടിക്കും. അല്ല നമ്മൾ ഉപ്പ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ എവിടെയായിട്ട് കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഉപ്പിൻ്റെ കൂടുതലും കുറവായിട്ടൊക്കെ നിൽക്കും. അതുകൊണ്ട് ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ടല്ല കേട്ടോ വെള്ളം ഒഴിച്ചത്. കുറച്ച് വെള്ളം അല്ലെങ്കിലും ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ മസാലയും എല്ലായിടത്തും നല്ലതുപോലെ ഇങ്ങനെ വഴണ്ടിയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒത്തിരി വെള്ളമല്ല, കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ അപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ എല്ലാം റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയ്ക്ക് അറിയാലോ, ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് ഇട്ട് തലേ ദിവസം രാവിലെ കഴുകി വെച്ചിട്ട് വൈകിട്ട് അരിച്ച് വെച്ച് പുളിപ്പിച്ചെടുത്ത ദോശ ബാറ്ററാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുക. ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് എടുക്കുക. ബാക്കിയുള്ള ബാറ്റർ നമ്മൾ ഉപ്പിടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒത്തിരി ദിവസം ഇരിക്കും. ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് പുളിച്ച് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ആവശ്യമുള്ള മാവിന് മാത്രം ഉപ്പിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉപ്പിട്ടെടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു ദോശ തവയിൽ ഇതുപോലെ പരത്തിയെടുക്കാം. ഞാൻ ആദ്യം ഗീ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗീ നല്ലതുപോലെ ഒഴിച്ച് കൊടുക്കാം. എത്ര ഗീ ഒഴിച്ച് കൊടുക്കുന്നോ അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ
നിങ്ങൾക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുകയോ അല്ലെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുകയോ ചെയ്യാം. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു പകുതി വരെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ മടക്കിയെടുത്ത് ദോശ സെർവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു വെറൈറ്റി നമ്മൾക്ക് കഴിക്കുന്നത്. ഓരോരുത്തരുടെ ഓരോ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾക്ക് ദോശ മടക്കിയെടുത്ത് അതുപോലെ കൊടുക്കാം. ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കുമെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ആക്കിയിട്ട് ഇത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചട്നി വെച്ചിട്ടുണ്ട്. വാഴയിലയിലൊക്കെ ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അതും ഇതുപോലെ തന്നെ ദോശ നല്ലതുപോലെ പരത്തിയെടുത്തിട്ട് നല്ലതുപോലെ ഗീ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് മടക്കിയെടുക്കാം. ഞാനിതിലേക്ക് തന്നെയാണ് കേട്ടോ ചട്നിയും വെച്ച് കഴിക്കുന്നത്. നോർമലി കഴിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇതിലിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിലാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചട്നി വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം.